മനോജ് നാഗേരിയുടെ കെം ലെക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസിന് നമ്മൾ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ നാച്ചർ അനുസരിച്ചിട്ടും ബൈൻഡിങ് ഫോഴ്സ് അനുസരിച്ചിട്ടും നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മോളിക്കുലർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അയണിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, then metallic crystalline solids, then covalent crystalline solids. ഇതിൽ നമ്മൾ covalent crystalline solidsന്റെ എക്സാമ്പിൾ പറഞ്ഞു രണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്, ഡയമണ്ടും ഗ്രാഫൈറ്റും. ആ ഡയമണ്ടും ഗ്രാഫൈറ്റും നമുക്ക് പരിചയമായിട്ടുള്ള കോമ്പൗണ്ട് ആണ് അല്ലേ? ഇപ്പൊ ഡയമണ്ട് കാണാത്തവരായിട്ട് ആരും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ റിങ്ങിലും നമ്മുടെ കാതിലും പരസ്യത്തിലൊക്കെ നമ്മൾ ഡയമണ്ട് കാണാറില്ലേ? ഡയമണ്ട്. പിന്നെ ഗ്രാഫൈറ്റ് നിങ്ങൾ നിത്യം നമ്മുടെ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ അല്ലെ, പെൻസിലിന്റെ അറ്റത്ത് കാണുന്ന ടിപ്പ് എന്താണ്? ഗ്രാഫൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ അത്രയും നമുക്ക് പരിചയമുള്ള രണ്ട് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഡയമണ്ടും ഗ്രാഫൈറ്റും എന്താണ്? ഡയമണ്ടും ഗ്രാഫൈറ്റും അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? കാർബൺ തന്നെയാണ്. കാർബൺ മാത്രമേ എന്തിലുള്ളൂ? ഡയമണ്ടിലും ഗ്രാഫൈറ്റിലുള്ളൂ. അതല്ലേ നമുക്ക് പറയാം ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. എന്താണ്? ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. കാർബണിന്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന് ഉദാഹരണങ്ങളാണ് ഇത് ഡയമണ്ടും ഗ്രാഫൈറ്റും. അലോട്രോപ്പ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അലോട്രോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ? അലോട്രോപ്സ് ആർ ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലോട്രോപ്സ് എന്ന് പറയുന്നത്. അത്ര അലോട്രോപ്സ് ക്രിസ്റ്റലൈൻസ് ആവാം, ചിലപ്പോൾ അമോർഫസ് ആവാം. കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോമുള്ള അലോട്രോപ്സിന് എക്സാമ്പിൾ ആണ് ഇത് ഡയമണ്ടും ഗ്രാഫൈറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത ഫുൾ റിങ്സ് ഒക്കെ. അമോർഫസ് അലോട്രോപ്സ് ഇല്ലേ കാർബണിന്? അമോർഫസ് അലോട്രോപ്സും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോക്ക്, അതുപോലെ തന്നെ ചാർക്കോൾ, അതുപോലെ തന്നെ ലാംപ് ബ്ലാക്ക്. ഈ ഓയിലൊക്കെ നമ്മൾ പകുതി കത്തി കഴിഞ്ഞാൽ അതിലൊരു ഒരു പൗഡർ പോലെ ഉണ്ടാവില്ലേ കറുത്ത, അതാണ് ലാംപ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ആ ലാംപ് ബ്ലാക്കും നമ്മുടെ കോക്കും ചാർക്കോളും ഒക്കെ എന്തിനു ഉദാഹരണമാണ്? അമോർഫസ് അലോട്രോപ്സ് ഓഫ് കാർബണിന് എക്സാമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയമണ്ടും ഗ്രാഫൈറ്റും അതുപോലെ ഫുൾ റിങ്സ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? കാർബണിന്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നോക്കിയപ്പോ നമുക്ക് പരിചയമുള്ള രണ്ട് കോമ്പൗണ്ട് ആണ്. അവ തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അവ എന്താണ്? അവ കാർബണിന്റെ അലോട്രോപ്സ് ആണ്. അവയിൽ അടങ്ങിയിരിക്കുന്ന ബോണ്ട് ഏതാണ്? കോവലന്റ് ബോണ്ട് ആണ്. അതിൽ കാർബൺ മാത്രമേ ഉള്ളൂ. അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? സെയിം ആണ്. അവ കത്തിച്ചു കഴിഞ്ഞാൽ രണ്ടിലും പ്യൂർ കാർബൺ ആണുള്ളത്. അപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ കിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? അവയിൽ കാർബൺ മാത്രമേ അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഈ സിമിലാരിറ്റീസ് ഉണ്ടായിട്ടും ഡയമണ്ടും ഗ്രാഫൈറ്റും ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കുറെ അധികം വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡയമണ്ട് നോക്കി നോക്കൂ, ഡയമണ്ട് മനസ്സിലാലോചിച്ച് നോക്കൂ. ഡയമണ്ട് എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. മാത്രമല്ല അതിന് തിളങ്ങില്ലേ. എന്നാൽ ഗ്രാഫൈറ്റ് നോക്കി നോക്കൂ നിങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെൻസില്, ആ പെൻസിലിന്റെ അറ്റം ഗ്രാഫൈറ്റ് ആണ്. ശരിക്കും ഗ്രാഫൈറ്റ് മെറ്റീരിയൽ ആണ്. ആ ഗ്രാഫൈറ്റ് എന്താണ്? കളറുണ്ടോ? കളറുണ്ട്. എന്താണ് കളറ്? ഗ്രേയിഷ് ബ്ലാക്ക് കളർ നമുക്ക് പറയാം. ഇത് ട്രാൻസ്പെറന്റ് ആണോ? ട്രാൻസ്പെറന്റ് അല്ലാതെ ഒപ്പേക്ക് ആണ്. മാത്രമല്ല അതെന്ത് ചെയ്യില്ല? തിളങ്ങില്ല, സ്പാർക്കിൾ ചെയ്യില്ല. അത് മാത്രമല്ല നമുക്ക് തൊട്ട് നോക്കി നോക്കൂ, ഇതിനെ സോഫ്റ്റ് ആണ്, സ്ലിപ്പറി നാച്ചർ ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഡയമണ്ട് എന്താണ്? ഇറ്റ്സ് എ ഹാർഡസ്റ്റ് മെറ്റീരിയൽ. നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന ഏറ്റവും വലിയ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ്. നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഡയമണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്താണ്? വളരെയധികം വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. മാത്രമല്ല വേറൊരു പോയിന്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല. ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ. അതിന്റെ പുറമേയുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് ഡയമണ്ട് ഇൻസുലേറ്റർ ആണ്. ഡയമണ്ട് നോൺ കണ്ടക്ടർ ആണ്, അല്ലെങ്കിൽ ഡയമണ്ട് എന്താണ്? ഇൻസുലേറ്റർ ആണ്. അത് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടില്ല. എന്താണ്? ഡയമണ്ട് ഈസ് എ ഇൻസുലേറ്റർ. ഡയമണ്ട് ഈസ് എ ഇൻസുലേറ്റർ. ഡയമണ്ട് എന്താണ്? ഇൻസുലേറ്റർ ആണ്.
അതല്ലേ എന്തില്ല, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. whereas graphite is a good conductor. graphite is a good conductor. ഇതിലേയും കൂടെ നോൺ കണ്ടക്ടർ എന്ന് ഇൻസുലേറ്ററിന് പകരം നോൺ കണ്ടക്ടർ എന്ന് കാരണം ഇവിടെ കണ്ടക്ടർ ടേം അല്ലേ നമ്മൾ ചെയ്തത്. അപ്പം ഇറ്റ്സ് എ നോൺ കണ്ടക്ടർ. whereas graphite is a good conductor. ഓക്കെ, അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഇത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും തമ്മിൽ. എന്തുകൊണ്ടായിരിക്കും ഇവ ഇങ്ങനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കാൻ കാരണം? അവയുടെ സ്ട്രക്ചറിലുള്ള അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം കാരണമാണ്. ഈ സ്ട്രക്ചറിലുള്ള വ്യത്യാസം കാരണമാണ് ഡയമണ്ടും ഗ്രാഫൈറ്റും അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കുന്നത്. വേറെ വ്യത്യാസം എന്ന് വെച്ചാൽ ഡയമണ്ട് ഈസ് ഡെൻസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ ആണ് ഡയമണ്ട്. ഗ്രാഫൈറ്റിന്റെ ഡെൻസിറ്റി കുറവാണ് ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഡയമണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇത്തരം ഫിസിക്കൽ പ്രോപ്പർട്ടിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവയുടെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, ഇവയുടെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കാം, ഡയമണ്ടിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഓക്കെ, we can study the structures. ഡയമണ്ട് നമുക്കറിയാം, ഡയമണ്ടിലായാലും ഗ്രാഫൈറ്റിലായാലും അണ്ടർഗോ ചെയ്യുന്ന ബോണ്ട് ഏതാണ്? കോവലന്റ് ബോണ്ടാണ്. കാർബണാറ്റമാണ്. ആ കാർബണാറ്റം അണ്ടർഗോ ചെയ്യുന്ന ബോണ്ട് ഏതാണ്? കോവലന്റ് ബോണ്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ കാർബൺ ഈ കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നത്? അതിന് അയണിക് ബോണ്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ബോണ്ടുകളിലോ അത് പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാർബൺ ഇലക്ട്രോണിനെ കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 4 ഇലക്ട്രോൺ ആണുള്ളത്. അതിന് 4 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണേക്കാളും അതല്ലെങ്കിൽ 4 ഇലക്ട്രോൺ ലൂസ് ചെയ്യണേക്കാട്ടിലും എളുപ്പം എന്താണ്? വേറെ 4 ഇലക്ട്രോൺ ആയിട്ട് ഷെയർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാവില്ല അതിന് എളുപ്പം ഉണ്ടാവുക. അങ്ങനെ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടാണ് ഇത് കോവലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ കേസിലായാലും ഗ്രാഫൈറ്റ് കേസിലായാലും ബോണ്ട് ഏതാണ്? കോവലന്റ് ബോണ്ടാണ്. നമ്മള് ഡയമണ്ടിക്ക് വരാം. ഈ ഡയമണ്ടിൽ നമുക്കറിയാം കാർബണിന് എത്ര വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ആണുള്ളത്. ഡയമണ്ടിന്റെ കേസിൽ ഈ 4 ഇലക്ട്രോണും ചുറ്റുമുള്ള 4 ഇലക്ട്രോണുമായിട്ട് 4 കാർബണുമായിട്ട് ഷെയർ ചെയ്യും. അതായത് വാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? കോവലന്റ് ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. മനസ്സിലായോ? അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യില്ല. അത് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. എപ്പോഴാണ് ഒരു മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുക? വെൻ ദർ ഈസ് അവൈലബിലിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ മാത്രമേ ആ മെറ്റീരിയൽ എന്ത് ചെയ്യൂ? കണ്ടക്ട് ചെയ്യൂ. എന്നാൽ ഡയമണ്ടിന്റെ കേസിൽ ധാരാളം കാർബൺ ആറ്റംസ് ഉണ്ട്. ഓരോ കാർബൺ ആറ്റത്തിലും ഉള്ള ബാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോണും എന്തിൽ പങ്കെടുക്കും? കോവലന്റ് ബോണ്ടിൽ പങ്കെടുക്കും. അവിടെ എന്തില്ല? അവിടെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് എന്താണ് ഇത് നോൺ കണ്ടക്ടർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഡയമണ്ടിന്റെ കേസിൽ ഓരോ കാർബൺ ആറ്റവും കുറെ കാർബൺ ആറ്റംസ് ഉണ്ട്. അതിൽ ഓരോ കാർബൺ ആറ്റം അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? sp3 ആണ്. എന്താണ്? sp3. കാർബൺ എന്താണ് ഹൈബ്രിഡൈസേഷൻ വിധേയമാവുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമാവും. sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമായിട്ട് എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 4 ഈക്വലന്റ് എനർജിയിൽ ഓർബിറ്റൽ ഉണ്ടാവും. 3 p ഓർബിറ്റലും ഒരു s ഓർബിറ്റലും. അപ്പൊ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായിരിക്കും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായിരിക്കും ഓരോ കാർബൺ ആറ്റത്തിനും. എങ്ങനെയാ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s 2s 2p. അപ്പം 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p 2 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ബാലൻസ് ഷെൽ ഇലക്ട്രോൺ കൺസിഡർ ചെയ്താൽ മതി. അവയാണ് എന്ത് ചെയ്യുന്നത്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുക. അപ്പൊ ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 2s 2p. അപ്പൊ എന്തൊരു ഒരു എസും 3 പിയും ഉണ്ടാവും. ഈ 3 പിയും ഒരു എസും കൂടി മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാവും? sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഡയമണ്ടിലെ ഓരോ കാർബണാറ്റ് ഏത് ഹൈബ്രിഡൈസേഷൻ വിധേയമാവും? sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമായിട്ട് 4 ഈക്വൽ എനർജി ഉള്ള sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. എന്നിട്ട് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ത് ചെയ്യും? ഒരു ടെട്രാഹെഡ്രലിന്റെ കോർണേഴ്സിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും.
ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് അല്ലേ? അങ്ങനെ ഓരോ കാർബൺ ആറ്റം എന്തിനു വിധേയമാവും? sp3 ഹൈബ്രിഡൈസേഷന് വിധേയമായിട്ട് ഒരു ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എന്തില്ല, കാർബണിന്റെ കേസിൽ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. എല്ലാ ഓർബിറ്റിലും എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു. എല്ലാ ഇലക്ട്രോണും ബോണ്ടിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുകൊണ്ട് എന്തില്ല, അവിടെ ഫ്രീ ഇലക്ട്രോൺസും ഇല്ല. അവിടെ സ്ട്രക്ചർ എന്താണ്? ഓരോ കാർബൺ ആറ്റത്തിന്റെയും സ്ട്രക്ചർ 3 ഡയമെൻഷണൽ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കൂ. വളരെ സിമ്പിൾ ആണ്. എല്ലാ കാർബൺ ആറ്റം എന്താണ്? എല്ലാ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമായിട്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യും. അപ്പൊ ഞാനൊരു കാർബൺ വരച്ച് നോക്കിക്കോളൂ, ശ്രദ്ധിക്കണേ. വരയ്ക്കാൻ എളുപ്പമാണ്. ഇത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഡയമണ്ടിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒരു കാർബൺ എന്തിനു വിധേയമാവും? sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമായിട്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യും. അപ്പം ഇത് രണ്ട് പ്ലെയിനില് 3 ഡയമെൻഷണൽ ആകുമ്പോൾ എന്ത് വേണം? ഒന്ന് ഫ്രണ്ടിലേക്ക് വരും, ഒരു ഓർബിറ്റിൽ അങ്ങനെ എന്ത് ചെയ്യും? പുറകേക്ക് നിൽക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഡാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും. ഞാൻ വരയ്ക്കുന്നത് കാർബൺ ആണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും. ഇനി ഈ കാർബൺ എന്തിനു വിധേയമാവും? ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിന് വിധേയമാവും. പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല. അത് വിധേയമാവും. പക്ഷെ ഞാൻ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇതിന്റെ താഴേക്ക് ഒന്ന് വരയ്ക്കുന്നു. ഈ കാർബണില്ലേ, അതേമാതിരി ഈ കാർബണിൽ താഴേക്ക് വരയ്ക്കുന്നു. ഈ കാർബണിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കാണിക്കാം. എനിക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ എന്താണ്? ഇത് 4 കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ ഇതൊരു sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ, ഇങ്ങോട്ടൊരു sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ, ഇവിടെ ഒരു കാർബണിന്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റിലായിട്ട് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അപ്പൊ 2 എണ്ണമായി. ഇനി നമ്മൾ ഇതിന്റെ പുറകോട്ടുള്ള വരയ്ക്കണം. അപ്പം 3 ആയി. ഇനി എന്ത് ചെയ്യണം? ഫ്രണ്ടിക്കുള്ളത് വരയ്ക്കണം. അപ്പൊ എന്തായി? 4 ആയി. അതേപോലെ ഇനി ഈ കാർബണിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ ആൾറെഡി ഒന്നുണ്ട്, രണ്ടാമത്തെ ഇവിടെ വന്നു, മൂന്നാമത്തെ നമ്മൾ പുറകോട്ട് വരയ്ക്കുക, നാലാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിക്ക് വരയ്ക്കുക. അപ്പൊ ഇത് എന്തായി? ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇത് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇത് രണ്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആവും നമ്മൾ വരയ്ക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചർ വരച്ചാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു കാർബൺ കണക്ട് ചെയ്യുക, ഇതിന്റെ താഴേക്ക് വരയ്ക്കുക. ഇനി ഈ കാർബണിന്റെ ടെട്രാണാറ്റം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇതിനുവേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ ഒരു കാർബൺ ഇല്ലേ ഫ്രണ്ടിക്ക് പ്രൊജക്ട് ചെയ്യുന്നത്, അതിനെ അങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഈ കാർബൺ എത്ര? 1 ഇങ്ങോട്ടായി, 2 ഇങ്ങോട്ടായി, 3 ഇങ്ങോട്ടായി. ഇനി ഒന്നുകൂടി വരച്ചാൽ എന്തായി? അതിന്റെ ടെട്രാണാറ്റയും അല്ലെങ്കിൽ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറും കംപ്ലീറ്റ് ആവും. അപ്പൊ ഒന്ന് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടും വരച്ചു. അപ്പൊ ഇതാണ് ഡയമണ്ടിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ കാർബൺ ആറ്റം എന്തിന് വിധേയമാവും? ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിന് വിധേയമാവും. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, ഇതൊക്കെ വിധേയമാവില്ലേ? ഇതൊക്കെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. കാണിക്കുമ്പോൾ അത് ബിഗ് സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കാൻ കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ ഓരോ കാർബൺ ആറ്റവും sp3 ഹൈബ്രിഡൈസേഷൻ വിധേയമായിട്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യും. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് ഒരു വലിയ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടും ഡയമണ്ടിന്. മനസ്സിലായോ? മാത്രമല്ല അവയിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് അവ നോൺ കണ്ടക്ടറും ആവും. മാത്രമല്ല ഇത് ഡെൻസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഒരു യൂണിറ്റ് പോലെ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഈ കാർബൺ ആറ്റത്തിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ടോട്ടൽ മാസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ മാസ് ബൈ വോളിയം എന്നുള്ളത് എന്തായിരിക്കും? ആ വാല്യൂ കൂടുതലായിരിക്കും. മാസ് ബൈ വോളിയത്തെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡയമണ്ടിന്റെ ഡെൻസിറ്റിയും കൂടുതലാണ്. ഓക്കെ. ഈ സ്ട്രക്ചർ നിങ്ങൾ മറന്നു പോയത്. ഇത് ഡയമണ്ടിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചർ വരച്ചാൽ മതി. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. ഇവിടെ ഈ കാർബൺ ആറ്റത്തിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ വരയ്ക്കുക, ഇതിന്റെ ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ വരയ്ക്കുക, ഇതിന്റെയും വരയ്ക്കുക, ഇതിന്റെയും വരയ്ക്കുക. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഡയമണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഗ്രാഫൈറ്റിക്ക് വരാം. എന്താണ് ഗ്രാഫൈറ്റ്? ഇനി വേറൊരു പ്രത്യേകത എന്താ പറയുക? നമ്മൾ ഡയമണ്ട് എന്ന് പറയുന്നത് ഹാർഡസ്റ്റ് മെറ്റീരിയൽ അല്ലേ? അത് നമ്മൾ ഈ ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ചില ഹാർഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ചില പ്രത്യേക ചില പണിക്കാർ നമ്മൾ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ചില ഹാർഡ് ആയിട്ടുള്ള ടൂൾസ് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. ചില ഡ്രില്ലറിലൊക്കെ ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് അത്രയും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഓക്കെ. ഇനി നമുക്ക് ഗ്രാഫൈറ്റിക്ക് വരാം. ഗ്രാഫൈറ്റ്
ഗ്രാഫൈറ്റിൽ എന്താണ് ബോണ്ടിങ്? കോവലന്റ് ബോണ്ടിങ് തന്നെയാണ്. ഗ്രാഫൈറ്റിൽ ധാരാളം കാർബൺ ആറ്റംസ് ഉണ്ട്. പക്ഷേ ഇതിൽ കാർബണിന്റെ ചുറ്റുമുള്ള 4 വാലൻസ് ഇലക്ട്രോണില്ലേ, അതിൽ 3 ഇലക്ട്രോൺസ് മാത്രമേ കോവലന്റ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. അതായത് കാർബൺ മേക്ക് കോവലന്റ് ബോണ്ട് വിത്ത് നൈബറിംഗ് 3 കാർബൺ ആറ്റം. അവിടെ 4 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു ചുറ്റും, ഡയമണ്ടിന്റെ ചുറ്റും. ഇതിൽ അതില്ല. ഗ്രാഫൈറ്റിന്റെ കേസിൽ കാർബൺ ആറ്റം മേക്ക് കോവലന്റ് ബോണ്ട് വിത്ത് 3 നൈബറിംഗ് കാർബൺ ആറ്റം യൂസിങ് ദ 3 വാലൻസ് ഇലക്ട്രോൺ. അവിടെ 4 വാലൻസ് ഇലക്ട്രോണിൽ 3 വാലൻസ് ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ട് ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ എന്ത് ചെയ്യും? കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോൺ എന്തുണ്ട്? ഒരു വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ഡീലോക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഗ്രാഫൈറ്റിൽ. ആ ഫ്രീ ഇലക്ട്രോൺ ആണ് ഗ്രാഫൈറ്റിൽ, അല്ലെ അതുപോലത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഗ്രാഫൈറ്റിന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം. മനസ്സിലായോ? ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പറയാം. സ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ വീണ്ടും എന്തിക്ക് വരണം? ഹൈബ്രിഡൈസേഷനിലേക്ക് വരണം. ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഗ്രാഫൈറ്റിന്റെ കേസിൽ കാർബൺ അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് sp2 ഹൈബ്രിഡൈസേഷൻ. എന്താണ് sp2 ഹൈബ്രിഡൈസേഷൻ? Carbon atom undergo, each carbon atom in graphite undergo sp2 hybridization and link through sigma bonding to 3 neighboring carbon atoms in a trigonal planar fashion. ഓരോ കാർബൺ ആറ്റം എന്ത് ചെയ്യും? sp2 ഹൈബ്രിഡൈസേഷൻ വിധേയമാവും. sp2 ഹൈബ്രിഡൈസേഷൻ വിധേയമായ 3 ഈക്വലന്റ് എനർജി ഉള്ള sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവുക. അത് ചുറ്റുമുള്ള 3 കാർബൺ ആറ്റമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായോ? ഏത് ഫാഷനിൽ എങ്ങനെയായിരിക്കും? ഒരു ട്രയാഗണൽ പ്ലാനാർ ഫാഷനിൽ. ഞാൻ ഇവിടെ ബോർഡിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്കറിയാം കാർബണിന്റെ വാലൻസ് ഷെൽ എത്ര ഉണ്ട്? 2s2 2p2. ബണ്ടസ് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഇത് ഹൈബ്രിഡൈസേഷൻ വിധേയമാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഈ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. 2s ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഏത് ഹൈബ്രിഡൈസേഷൻ വിധേയമാകുന്ന ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും sp2 ഇതുവരെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ് വിധേയമാവുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു p ഓർബിറ്റൽ ഉണ്ട്. ആ p ഓർബിറ്റൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ. ഇനി ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ത് ചെയ്യും? ഒരു ട്രയാഗണൽ പ്ലാനാർ ഫാഷനിൽ ചുറ്റുമുള്ള 3 കാർബൺ ആറ്റമായിട്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായോ? അത് നമുക്ക് എങ്ങനെയാ നോക്കാം. അതായത് ഒരു കാർബൺ ആറ്റം, ഇതൊരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതൊരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതൊരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇവിടെയൊക്കെയുള്ള കാർബൺ ആറ്റമായിട്ട് എന്ത് ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഈ കാർബൺ ആറ്റം ഒക്കെ എന്ത് വിധേയമായിട്ടുണ്ടാവും? sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. ഇതിന്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും ഇതിന്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും മിക്സ് ചെയ്യും. ഇതിന്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലും ഇതിന്റെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇനി നോക്കി നോക്കൂ നിങ്ങൾ, ഒരു p ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു p ഓർബിറ്റൽ ഉണ്ട്. ഈ p ഓർബിറ്റൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈ കാർബൺ ആറ്റത്തിലൊക്കെ ഉണ്ടാവില്ലേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു p ഓർബിറ്റൽ? ആ p ഓർബിറ്റൽ എന്തുണ്ടാവും? ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. ഇവ എന്ത് ചെയ്യും? ഇവ സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. ഈ 2 p ഓർബിറ്റലും സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. അത് ഈ പൈ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ കാർബണാറ്റായിട്ട് ഫോം ചെയ്യുക, ഈ കാർബണാറ്റായിട്ട് ഫോം ചെയ്യുക, ഈ കാർബണാറ്റായിട്ട് ഫോം ചെയ്യാം. അപ്പൊ ഈ വരച്ച പൈ ബോണ്ട് എന്താണ്? ഡീലോക്കലൈസ്ഡ് ആണ്. അതിന് അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാരണം ഈ പൈ ബോണ്ട് ഈ കാർബണാറ്റമായിട്ട് മാത്രമാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് ഇവിടെയുണ്ട് ഒരു p ഓർബിറ്റൽ, ഇവിടെയുണ്ട് ഒരു p ഓർബിറ്റൽ. അപ്പൊ ഇതിന് ഇതുമായിട്ട് ഫോം ചെയ്യാം, ഇതുമായിട്ട് ഫോം ചെയ്യാം. അതല്ലേ നമുക്ക് പറയാം ഈ പൈ ബോണ്ടിൽ ഇലക്ട്രോൺ എന്താണ്? ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് ആണെന്ന് പറയാം. എന്താണ്? പൈ ബോണ്ടിൽ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണെന്ന് പറയാം. അങ്ങനെ ഡീലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലോക്കലൈസ്ഡ് അല്ല, അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൂവ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രോൺ ഉണ്ടാകുമ്പം നമുക്ക് എന്ത് പറയാം? അത് കണ്ടക്ടർ ആണെന്ന് പറയാം.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹൈബ്രിഡൈസേഷൻ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഗ്രാഫൈറ്റിന്റെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അവിടെ എന്തുണ്ട്, ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ആ പി ഓർബിറ്റലിൽ എന്ത് ബോണ്ട് ഫോം ചെയ്യും, നൈബറിംഗ് കാർബണാറ്റുമായിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യും. പൈ ബോണ്ടിലെ ഇലക്ട്രോൺ എന്താണ്, ഡീലോക്കലൈസ്ഡ് ആണ്. അത്തരത്തിലുള്ള ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റിക്ക് കാരണമായിട്ട് തീരും. അങ്ങനെ ഒരു ട്രയാങ്കുലർ പ്ലാനാർ ഫാഷനിലാണ് ഓരോ കാർബണാറ്റും എന്ത് ചെയ്യുന്നത്, നൈബറിംഗ് കാർബണാറ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ഒരു ഫാഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഈ ട്രയാങ്കുലർ പ്ലാനാർ ഫാഷൻ മോഡലുള്ള ബോണ്ടിങ് ഓരോ കാർബണാറ്റും എന്ത് ചെയ്യും, 2 ഡയമെൻഷണൽ സ്പേസിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് ഒരു ലെയേർഡ് സ്ട്രക്ചർ ഉണ്ടാവും. ലെയേർഡ് സ്ട്രക്ചർ മാത്രമല്ല, ഒരു എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ കൂടി അത് അഡോപ്റ്റ് ചെയ്യും. ഇങ്ങനെ ഈ 2 ഡയമെൻഷണൽ സ്പേസിൽ ഈ ട്രയാങ്കുലർ പ്ലാനാർ ഫാഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, എക്സഗണൽ പ്ലാനാർ ലെയേർഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഒരു പ്ലെയിനിൽ എന്തുണ്ടാവും, എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ ഫോം ചെയ്യും. അതൊരു ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ അത് ഒരു ലെയറാണ്. ഇങ്ങനെ ഈ ലെയറിന്റെ തൊട്ട് താഴെ ഇതുപോലെ വേറെ ലെയർ ഉണ്ടാവും, ആ ലെയറിന്റെ താഴെ വേറെ ലെയർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഈ ട്രയാങ്കുലർ പ്ലാനാർ ഫാഷന്മാരിൽ ഇങ്ങനെ ഒരു ഹെക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. അത് ഒരു ലെയർ, ഇതുപോലെ ഒരു ലെയർ അല്ല ഗ്രാഫൈറ്റിലുള്ളൂ, ഇതുപോലെ പല ലെയേഴ്സും എന്തുണ്ട്, ഗ്രാഫൈറ്റിലുണ്ട്. ഇവ ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഒന്നിന്റെ മുകളിൽ നിന്നിട്ട് അതൊരു ജൈന്റ് മോളിക്യൂളായിട്ട് മാറും. ഇനി നമ്മുടെ ബോർഡിൽ വരച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ നമുക്കറിയാം ഇതൊരു ട്രയാങ്കുലർ പ്ലാനാർ ഫാഷനിലാണ്. അപ്പൊ ഇവ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഇവിടെ ഈ കാർബൺ ഡിസ്റ്റൻസ് പറയുന്നത് 142 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ട്രയാങ്കുലർ പ്ലാനാർ ഫാഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും, എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ ഉണ്ടാവും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഞാൻ പെട്ടെന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഈ ട്രയാങ്കുലർ പ്ലാനാർ ഫാഷൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ കിട്ടും. ഇങ്ങനെ ഒരു പ്ലെയിൻ ഒരു ലെയറിൽ ഇങ്ങനത്തെ ഒരു എക്സഗണൽ പ്ലാനാർ സ്ട്രക്ചർ കിട്ടും. ഇത് ഒരു പ്ലെയിൻ. ഇതുപോലെ ഇതിന്റെ തൊട്ടടിയിൽ എന്തുണ്ടായിരിക്കും, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, ലെയർഡ് സ്ട്രക്ചർ. മനസ്സിലായില്ലേ? ഇത് ഒരു ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, ഇതിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, ഇതുപോലെ സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ മൂന്നാമത്തെ ലെയർ. അതായത് ഈ ഒരു സ്ട്രക്ചർ അത് ഇവിടെ ഇപ്പൊ നമ്മൾ അടയാളപ്പെടുത്തി ബോണ്ടാങ്ങൾ ഇവിടെ ഞാൻ 120 അടയാളപ്പെടുത്തി. ഈ കാർബൺ ഡിസ്റ്റൻസ് ആണ് ഇത് 142 പൈക്കോമീറ്റർ. അപ്പൊ ഇത് ഞാനൊരു ലെയർ ആയിട്ട് എടുക്കുക. ഇതുപോലത്തെ പല ലെയറുകൾ ഒന്നിന്റെ മുകളിൽ അടുക്കി വെച്ചിട്ടാണ് ഗ്രാഫൈറ്റ് ഉണ്ടാവുക. അതായത് ഇപ്പം ഇത് ഞാനൊരു ലെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ വരച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുക. അതിനെ ഞാൻ ഇങ്ങനെ കമഴ്ത്തി വെച്ച് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു ലെയറിനെ ഇങ്ങനെ സ്ക്വയർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലെയറാണ്. ഇതിന്റെ അടിയിൽ എന്തുണ്ടാവും, ഇതുപോലത്തെ വേറൊരു ലെയർ കൂടി ഉണ്ടാവും. ഇതിന്റെ അടിയിൽ എന്തുണ്ടാവും, ഇതുപോലത്തെ വേറൊരു ലെയർ ഉണ്ടാവും. ഇതിന്റെ അടിയിൽ എന്തുണ്ടാവും, ഇതുപോലത്തെ വേറെ ലെയർ ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഒരൊറ്റ ലെയർ മാത്രമാണ്. ഇതുപോലത്തെ പല ലെയറുകളും കൂടി ചേർന്നിട്ടാണ് ഗ്രാഫൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഓരോ കാർബണാറ്റും അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അവിടെ നമുക്കറിയാം ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ കിടക്കുന്ന ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ആ പി ഓർബിറ്റൽ എന്താണ്, തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റംസ് ആയിട്ട് പൈ ബോണ്ട് ഫോം ആണ് ചെയ്യുന്നത്. ആ പൈ ബോണ്ടിലെ ഇലക്ട്രോൺ എന്താണ്, ഡീലോക്കലൈസർ ആണ്. അതുകൊണ്ട് എന്താണ്, ആ ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റിക്ക് സഹായിക്കും. അപ്പൊ ആ ഒരു ലെയറിൽ എന്താണ്, അത് കണ്ടക്റ്റീവ് ആയിരിക്കും. ഓരോ ലെയറിലും എന്താണ്, അത് കണ്ടക്റ്റീവ് ആയിരിക്കും ഗ്രാഫൈറ്റ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറഞ്ഞു ഈ ലെയറുകൾ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പറഞ്ഞത്. അപ്പൊ ഇവ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അത് വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ആണ് അവയെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. എന്താണ്, രണ്ട് ലെയറിനെയും കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്താണ്, അവ നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്, വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ.
ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അട്രാക്ഷൻ എന്താണ്? വീക്കാണ്. അപ്പൊ ഒരു ലെയറിന് വേറൊരു ലെയറിന്റെ മുകളിൽ ഇങ്ങനെ സ്ലൈഡ് ഓവർ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒഴുകി നടക്കാൻ പറ്റും, പെട്ടെന്ന് സ്ലിപ്പ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഈ ഗ്രാഫൈറ്റിന്റെ സ്ലിപ്പറി നാച്ചറിന് കാരണം. മനസ്സിലായോ? അത് തന്നെയാണ് ഗ്രാഫൈറ്റിന്റെ സ്ലിപ്പറി നാച്ചറിന് കാരണം. അപ്പം ഈ രണ്ട് ലെയർ തമ്മിൽ നമുക്ക് ഈ ലെയറിനെ ജസ്റ്റ് ഒന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ലെയറിനെ നമുക്ക് എക്സ്റ്റേണൽ പ്ലാൻ, ഒരു ലെയറിൽ എക്സ്റ്റേണൽ പ്ലാനാർ സ്ട്രക്ചർ വരച്ചിട്ട് നമുക്ക് അവയെ നമ്മളൊന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ രണ്ട് പ്ലെയിനെ നമുക്ക് ഒന്നുകൂടി പിക്ചറലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ നോക്കി നോക്കൂ നിങ്ങൾ. നമ്മൾ ഈ വരച്ച സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഡബിൾ ബോണ്ട് കാണിക്കാറില്ല. അവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ നിങ്ങൾ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് ആ ലെയറിനെ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ അവിടെ ഡബിൾ ബോണ്ട് നമ്മൾ വരയ്ക്കാറുണ്ട്. എന്നാൽ ലെയർഡ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഡബിൾ ബോണ്ട് അവിടെ കാണിക്കാറില്ല. അവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഈ ഒരു ലെയർ എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. നോക്കി നോക്കൂ. നേരത്തെ വരച്ച സ്ട്രക്ചർ ഞാൻ കമത്തി കടത്തിയേ ഉള്ളൂ, ഇങ്ങനെയുള്ളതിനെ ഇങ്ങനെ കടത്തിയേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ഡബിൾ ബോണ്ട് കാണിക്കുന്നില്ല, കാണിക്കാറില്ല. ഇങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് വരച്ചാൽ മതി? ഡബിൾ ബോണ്ട് വരച്ചാൽ മതി. ഇപ്പം ഇതുപോലെ ഇതൊരു ലെയർ. ഇതുപോലെ എന്തുണ്ടായിരിക്കും? ഇതിന്റെ അടിയിലും ഒരു ലെയർ ഉണ്ടായിരിക്കും. ഇത് ഈ വരച്ച ലെയർ ആണ്. അതിന് നേരത്തെ വരച്ച സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ കമത്തി കടത്തി. നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അതേമാതിരി ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ എന്തായി? ഇവിടെ ശരിക്കും ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ലെയർഡ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ കാണിക്കാറില്ല. ഇവിടെ എന്തുണ്ട്? ഇതൊക്കെ ഒരു കാർബൺ ആറ്റം, ഇതൊക്കെ കാർബൺ ആറ്റംസ് ആണ്. ഈ ഒരു ലെയറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ലെയറാണ്. ഇതുപോലെ ഇതിന്റെ മുകളിലും താഴെയൊക്കെ ഉണ്ടായിരിക്കും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 340 പൈക്കോമീറ്റർ ആണ്. എത്രയാണ്? 340 പൈക്കോമീറ്റർ. ഇതാണ് 340 പൈക്കോമീറ്റർ ആയിരിക്കും ഇപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 340 പൈക്കോമീറ്റർ. ഓക്കെ. ഇനി ഇവ നമ്മൾ കണക്ട് ചെയ്യുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ രണ്ട് ലെയറിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയെങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്? ഈ ബോണ്ട് എന്ന് പറയുന്നത് രണ്ട് ലെയറിന്, ഈ ലെയർ ആണ് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. ഈ രണ്ട് ലെയറിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എങ്ങനെയാണ് ഈ വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അറൈസ് ചെയ്തിരിക്കുന്നതാണ്? ഇവിടെ പറഞ്ഞ ഒരു പൊളാരിറ്റി ഉണ്ട്. പൈ ബോണ്ട് ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല, കാണിക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഇവിടെ എന്തുണ്ട്? ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ. ഇവിടെ എന്തുണ്ട്? ഈ ലെയറിൽ ഒരു ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാരണം ചിലപ്പം ഇവിടെ മൂവ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ ഇവിടെ മൂവ് ചെയ്യാം. അവിടെ ചെറിയൊരു പൊളാരിറ്റിയിലുള്ള വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു വ്യത്യാസം ഇവ തമ്മിൽ ഇങ്ങനെ ചെറുതായിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തും. പക്ഷെ അത് വളരെ വീക്കാണ്. അതുകൊണ്ട് അവ ഒന്നിന്റെ മുകളിൽ ഒന്നിങ്ങനെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഗ്രാഫൈറ്റിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഗ്രാഫൈറ്റ് അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അവിടെ ഒരു p ഓർബിറ്റില് വാലൻസ് ഷെല്ലിൽ ഒരു p ഓർബിറ്റിലുള്ള ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാണ്ട് നടക്കുന്നുണ്ട്. അതിലൊരു ഇലക്ട്രോൺ ഉണ്ട്. ആ p ഓർബിറ്റില് വേറുള്ള കാർബൺ ആറ്റമായിട്ട് എന്ത് ചെയ്യും? പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ അവിടെയുള്ള ഇലക്ട്രോൺ എന്താണ്? പൈ ബോണ്ടിൽ ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആണ്. ആ ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്തിന് കാരണമായിട്ട് തീരും? ഗ്രാഫൈറ്റിന്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണമായിട്ട് തീരും. ഓക്കെ. ഇനി ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മുടെ ഗ്രാഫൈറ്റ് ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹൈ ടെമ്പറേച്ചറിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസ് ഇല്ലേ, അതിലെന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്? ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അപ്പം ഇതാണ് ഗ്രാഫൈറ്റും ഡയമണ്ടും തമ്മിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഡയമണ്ട് ഇൻസുലേറ്റർ ആകുമ്പോൾ
ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ജി ഓർത്താൽ മതി. ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. രണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് ഓർക്കണം. ഒന്ന് ഡയമണ്ട് എന്ന് പറയുന്നത് എന്താണ് 3 ഡയമെൻഷണൽ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ യൂണിറ്റ് റിപ്പീറ്റ് ചെയ്താണ്. എന്നാൽ എന്താണ് ഗ്രാഫൈറ്റ് എന്താണ് 2 ഡയമെൻഷണൽ പ്ലാനർ ഹെക്സഗണൽ ലേഡ് സ്ട്രക്ചർ ആണത്. അതുപോലത്തെ ലേഡ് സ്ട്രക്ചർ 2 ഡയമെൻഷണൽ ആണത്. അതുപോലത്തെ ലേഡ് സ്ട്രക്ചർ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പല ലെയറുകളും അടുക്കി വെച്ചതാണ് ഇത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഈ ലെയറിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്നത് എന്താണ് വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് കാർബണിന്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആയ ഡയമണ്ടിനെയും ഗ്രാഫൈറ്റിനെയും കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫുൾ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ഷേപ്പ്ഡ് ഹോളോസ്പിയേഴ്സ് ആണ്. ഫുട്ബോൾ കണ്ടില്ലേ നിങ്ങൾ? നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ്. അതിലെന്തുണ്ട്? പെന്റഗൺസും ഹെക്സഗൺസും ഉണ്ട്. ഇതുപോലത്തെ കാർബൺ ആറ്റത്തിന്റെ പെന്റഗൺസും ഹെക്സഗൺസും ഉള്ള ഹോളോ ആയിട്ടുള്ള സ്പിയേഴ്സ് കാർബണിന്റെ അത്തരത്തിലുള്ള ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫുൾ ലെൻസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഫുൾ ലെൻസ് കണ്ടുപിടിക്കുന്നത് 1985 HW ക്രാട്ടോ, ഇ സ്മാളി ആൻഡ് RF കേൾ, ഈ 3 സയന്റിസ്റ്റുമാർ 1985 ഫുൾ ലെൻ കണ്ടുപിടിച്ചു. ആ ഫുൾ ലെൻ അവര് ബക്മിനിസ്റ്റർ ഫുൾ ലെൻ അല്ലെങ്കിൽ C60 ഫുൾ ലെൻസ് എന്ന് വിളിച്ചു. എന്താണ്? C60 ഫുൾ ലെൻസ് എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് അവര് ആ കാർബണിന്റെ അലോട്രോപ്പിന് ആ പേര് കൊടുക്കാൻ കാരണം? ബക്മിനിസ്റ്റർ ഫുൾ ലെൻ. അതായത് അമേരിക്കയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ആർക്കിടെക്ട്, ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിസൈൻ ചെയ്ത ഷേപ്പുമായിട്ട് അവർ കണ്ടുപിടിച്ച ഈ ഫുൾ ലെന്നിന് സാദൃശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 സയന്റിസ്റ്റുമാർ HW ക്രാട്ടോയും ഇ സ്മാളിയും പിന്നെ RF കേൾ, ഈ സയന്റിസ്റ്റുമാർ അവർ കണ്ടുപിടിച്ച മെറ്റീരിയലിന് ബക്മിനിസ്റ്റർ ഫുൾ ലെൻ എന്ന് പേരിട്ടത്. ആരോടുള്ള നന്ദി സൂചകമായിട്ടാണ്? ബക്മിനിസ്റ്റർ ഫുള്ളർ എന്നുള്ള അമേരിക്കയിലെ ആർക്കിടെക്ചറോടുള്ള ഒരു ആദര സൂചകമായിട്ട്. ഓക്കെ, ഈ C60 ഫുൾ ലെൻസിൽ ഏകദേശം 12 പെന്റഗൺസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അവയിൽ ഫുട്ബോളിലെ പോലെ പെന്റഗണും ഹെക്സഗണും ഉള്ളത്. C60 12 പെന്റഗണും 20 ഹെക്സഗണും ഉള്ളത്. 20 ഹെക്സഗൺ, അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, സോഫ്റ്റി മെറ്റീരിയൽ ആണ്. ഈ C60 ഫുൾ ലെൻ മാത്രമാണ്. ഈ 60 പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ അക്കമാണ് ഇത് 60 എന്ന് പറയുന്നത്. C60 മാത്രമല്ല, C70 ഉണ്ട്, C76 ഫുൾ ലെൻസ് ഉണ്ട്, C78 ഫുൾ ലെൻസ് ഉണ്ട്, C80 ഫുൾ ലെൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള അലോട്രോപ്സിന് ഉദാഹരണമാണ്. ഈ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള ഈ അലോട്രോപ്സിൽ കാർബൺ അണ്ടർഗോ ചെയ്യുന്ന കോവലന്റ് ബോണ്ടാണ്. അപ്പൊ ഇവർക്ക് ഏതിനും കൂടി ഉദാഹരണമാണ്? കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനും കൂടി ഉദാഹരണമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും